കോഴിക്കോട് നഗരത്തിന്റെ പൈതൃകം അറിയാൻ ഒരു രാത്രിയാത്ര. കോഴിക്കോട് ഹെറിറ്റേജ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കോഴിക്കോടിനെ അറിയാനുള്ള പ്രഥമ രാത്രിയാത്ര നടത്തിയത്. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ PJ വിൻസെന്റ് ആണ് ഈ യാത്രയെ നയിച്ചത്. ചരിത്ര വിദ്യാർത്ഥികളായ 30 പേർ കോഴിക്കോട് നഗരത്തിന്റെ ചരിത്രമറിയാൻ ഒരു രാത്രിയാത്ര നടത്തി. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. പുരാതന ഇന്ത്യൻ നഗരശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ച കോഴിക്കോട് നഗരത്തിന്റെ ഘടന മനസ്സിലാക്കുകയായിരുന്നു ലക്ഷ്യം. തിരക്കൊഴിഞ്ഞ ശാന്തമായ നഗരത്തെ അടുത്തറിയാൻ രാത്രി 10-ന് ശേഷമാണ് യാത്ര ആരംഭിച്ചത്. പുസ്തകങ്ങൾക്കപ്പുറം അറിവിന്റെ പുതിയൊരു ലോകത്തേക്കുള്ള യാത്രയായിരുന്നു വിദ്യാർത്ഥികൾക്കിത്. ചരിത്രം എന്ന് പറയുമ്പോൾ ഒരിക്കലും പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കേണ്ട ഒരു കാര്യങ്ങൾ കണ്ടറിയണം. കോഴിക്കോടിൻ്റെ ഒരു ചരിത്രം, നമ്മൾ കോഴിക്കോടിലുള്ള ആർട്സ് കോളേജിലുള്ള വിദ്യാർത്ഥികളാണല്ലോ, അപ്പോൾ ആ ഒരു ചരിത്രം മനസ്സിലാക്കുക എന്നുള്ളത് നല്ലൊരു അവസരമായിട്ട് കാണാം. പിന്നെ പുസ്തകങ്ങളിലേക്കാളും അപ്പുറമുള്ള അറിവുകളും, ഇപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ടൗൺ ഹാളിനെ കുറിച്ചുള്ള അറിവുകളും ഇവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളും, അപ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമായിട്ട് കാണുകയാണ്. കോഴിക്കോട് ഹെറിറ്റേജ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു യാത്ര. കോഴിക്കോട് നഗരം പ്രാചീന ഇന്ത്യയിലെ നഗരാസൂത്രണ പദ്ധതി പ്രകാരം കൃത്യമായ രൂപകൽപ്പന ചെയ്ത ഒരു നഗരമാണ്. അപ്പോൾ ആ നഗരത്തിൻ്റെ ഘടന മനസ്സിലാക്കണമെങ്കിൽ രാത്രിയിൽ തന്നെ പോകണം. ചരിത്ര സ്മാരകങ്ങൾ കൃത്യമായി കാണുവാനും നഗരത്തിൻ്റെ പൊതുവായിട്ടുള്ള ഘടന മനസ്സിലാക്കാനും സാധിക്കും. അപ്പം അതുകൊണ്ടാണ് രാത്രിയിലേക്ക് യാത്ര മാറ്റിയത്. മിഠായിത്തെരുവും മാനാഞ്ചിറയും ടൗൺ ഹാളും മാനാഞ്ചിറ CSI കത്തീഡ്രലും കണ്ട് കുറ്റിച്ചിറയുടെ ചരിത്രമറിഞ്ഞ് രാവിലെ 5-നാണ് യാത്ര അവസാനിപ്പിച്ചത്. കോഴിക്കോട് നഗരത്തിന്റെ ചരിത്രമറിഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹെറിറ്റേജ് ഫോറം അവസരമൊരുക്കും. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.